ഞങ്ങൾ ഇടപെടില്ല, ജനാധിപത്യം പുലരട്ടെ എന്ന തരത്തിലാണ് കെജ്രിവാളിന്റെ കാര്യത്തിൽ വീണ്ടും വീണ്ടും കോടതിയുടെ നിലപാട്. തിഹാർ ജയിലിൽ നിന്നുകൊണ്ട് കെജ്രിവാൾ ഭരണം നടത്താൻ പാടില്ല എന്നും അതുകൊണ്ട് തന്നെ കെജ്രിവാളിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും വ്യക്തമാക്കിക്കൊണ്ടുള്ള പൊതു താൽപര്യ ഹർജിക്കാണ് ഹൈക്കോടതി കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നത്. ജനാധിപത്യം അതിന്റെ വഴിക്ക് നീങ്ങട്ടെ, ഇത്തരം വിഷയത്തിലൊന്നും തൽക്കാലം ഇടപെടുന്നില്ല എന്ന് കോടതി അറിയിച്ചതോടെ ജയിൽ മുറിയെ സെക്രട്ടേറിയറ്റ് ആക്കി മാറ്റിയ കെജ്രിവാളിന് കൈയടിക്കുകയാണ് ഡൽഹി ജനത. ഒരു രാത്രി വന്ന് അറസ്റ്റ് ചെയ്ത് ഉള്ളതെല്ലാം പിടിച്ചുകൊണ്ടുപോയ കെജ്രിവാളിന് മുന്നിൽ പിന്നീട് വെളിച്ചമായി മാറിയത് കോടതി തന്നെയാണ്. അത് മാത്രവുമല്ല, ഒരു തെളിവും കണ്ടുപിടിക്കാനാവാതെ സഞ്ജയ് സിംഗിനെ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പേരും പറഞ്ഞ് അകത്തിട്ടതോ 6 മാസമാണ്. നിർത്തിപ്പൊരിച്ചു അന്നേരം കോടതി. ഈ കാര്യവും കോടതിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ ED കണ്ണടച്ചെടുത്ത് കോടതി അങ്ങ് കണ്ണു തുറക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും മാറണമോ എന്നുള്ളത് കെജ്രിവാൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. അല്ലാതെ കോടതി ഈ വിഷയത്തിലൊന്നും ഇടപെടില്ല എന്ന് വ്യക്തമാക്കൽ പിന്നെയും BJPക്ക് അടിയായി മാറുകയാണ്. ഇവിടെ കോടതിക്ക് മുന്നിൽ ചില കാര്യങ്ങൾ കെജ്രിവാളും തുറന്നു പറഞ്ഞിരുന്നു. അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ED തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്തത് എന്ന്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കോടതി പൊതു താൽപര്യ ഹർജി തീർത്തങ്ങ് തള്ളിക്കളഞ്ഞത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനകം അറസ്റ്റ് ചെയ്ത പ്രതിപക്ഷ നേതാക്കൾ കുറച്ചൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച വേളയിൽ നേതാക്കളെ വേട്ടയാടിയും മറ്റും പ്രതിപക്ഷത്തെ തളർത്താനാണ് സർക്കാരിന്റെ നീക്കമെന്ന ആരോപണമാകട്ടെ അതീവ ഗൗരവമുള്ളതുമാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതു താൽപര്യ ഹർജിയിൽ എടുത്തിരിക്കുന്ന നിലപാട് ഒരു നിലപാട് തന്നെയാണ്. അല്ലാത്തപക്ഷം ഇനിയും BJP, ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കിരാത പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും.